ശനി ഞായറേ നമുക്ക് കുഴിപ്പുറത്ത് പോയാലോ? ഞാൻ ഒരു തീരുമാനവും പറയൂല. എൻ്റെ കഷ്ടകാലത്തിൽ ഞാൻ എങ്ങാനും പോവാൻ ലച്ചു എന്ന് പറഞ്ഞു പോയിട്ട് പോവാണ്ടിരുന്നാൽ ഈ വീട്ടിൽ നീ എനിക്ക് ഒരു സ്വൈര്യവും തരാൻ പോകുള്ളൂ. പിന്നെ വേണമെങ്കിൽ ശനിയാഴ്ച പോകുന്ന ഞാൻ പറയില്ല, ശനിയാഴ്ച പറയാം ഞായറാഴ്ച പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? പോവില്ലാന്ന്. എന്തായാലും പോവില്ല എന്നുള്ള കാര്യം നീ തീരുമാനത്തിലെത്തിയല്ലോ, അപ്പൊ പോവില്ല. എന്റെ വായന എന്തെങ്കിലും വേണം നോക്കിയിരിക്കുവല്ലേ അമ്മ. അങ്ങോട്ട് അല്ല, കുഴിപ്പള്ളത്ത് പോകുന്ന കാര്യം പറയുമായിരുന്നു. ഇനിയിപ്പോ അതിന്റെ പേരിൽ ചർച്ച ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. എപ്പോ പോകാനാ ഉദ്ദേശം? അതിന് ആര് പോകുന്നു? ഒരിക്കലും പോവില്ലല്ലോ. ആരും എന്നെ കൂട്ടാന്ന് വിചാരിക്കണ്ട. എനിക്ക് എപ്പോഴെങ്കിലും കുഴിപ്പള്ളത്ത് പോവാൻ തോന്നുകയാണെങ്കിൽ ഞാൻ പോയിക്കോളാം. അമ്മോ, എല്ലാരും ഇവിടെ തന്നെ ഉണ്ടാ? എന്താടാ ഭയങ്കര സന്തോഷം? എന്തെങ്കിലും വിശേഷിച്ചുണ്ടോ? എന്താണ്, വല്ല സ്പെഷ്യൽ ഗസ്റ്റ്സ് വരുന്നുണ്ടോ? സ്പെഷ്യൽ ഗസ്റ്റാ? അങ്ങനൊന്നുമില്ല അമ്മ. വേറൊരു കാര്യമുണ്ട്. എന്താടാ? ഓ, ഇനിയിപ്പൊ നമ്മളിവിടെ നിക്കാൻ പാടില്ലായിരിക്കും. ഞങ്ങള് കേൾക്കാൻ പറ്റാത്ത എന്തെങ്കിലും ആയിരിക്കും അല്ലേ? അതൊന്നുമില്ല, ഞാൻ സന്തോഷത്തിലല്ലേ നോക്കിയത്. അതാണ്. എന്ത് കാര്യം പറഞ്ഞത് അമ്മ? പിന്നെ ഞാൻ നമ്മുടെ സേവാകേന്ദ്രത്തിന്നേ ദിവസം കിട്ടുന്ന ഫണ്ടിൽ നിന്ന് കുറച്ച് പൈസ മാറ്റി വെക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അത് ഞാൻ ഒരു ചിട്ടി കിടച്ച്. എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ഉഷ ചേച്ചിയുടെ പരിചയത്തിലുള്ള ചിട്ടിയാണ്. അപ്പോ ഇന്ന് എന്റെ മൂന്നാമത്തെ ചിട്ടി പിടുത്തമായിരുന്നു. എനിക്ക് ആ ചിട്ടി അടിച്ച്. എത്ര? 20,000 രൂപ. ഓ, വാള് കൊള്ളാലോ. 20,000 രൂപയോ? കേശുവേ, നീ കേറി കയറിയൊക്കെ പോവാണല്ലോ. അല്ലേ, ചെറുതിലെ ഒരു സമ്പാദ്യശീലമൊക്കെ ഉള്ളത് നല്ലതല്ലേ? എന്നിട്ട് ആ പൈസ കിട്ടിയാ നിനക്ക്? ഇല്ല, നാളെ കിട്ടും. എന്ത് ചെയ്യാൻ പോണു പൈസ? പൈസ എന്ത് ചെയ്യണമെന്ന് അമ്മ തന്നെ പറ. നിന്റെ പൈസ അല്ലേ, നീ തന്നെ തീരുമാനിച്ചു എന്ത് ചെയ്യണമെന്ന്. അല്ലമ്മ, പൈസ സ്വന്തം തീരുമാനത്തിൽ ചെലവാക്കേണ്ട പ്രായമൊന്നും എനിക്ക് ആയിട്ടില്ല. അയ്യോ, അപ്പൊ അമ്മയടുത്ത് ചോദിക്കാതെ ചിട്ടിക്ക് കയറുന്നപ്പോ പ്രായം ഒന്നും ആലോചിച്ചില്ലടേ? അല്ലേട്ടാ, അത് ഞാനൊരു സർപ്രൈസ് തരാൻ വേണ്ടി ചേർന്നില്ലേ. അല്ല, ഈ പൈസ എന്ത് ചെയ്യാൻ പോണെന്നുള്ള കാര്യം നീ ഇതുവരെ പറഞ്ഞില്ല. ഒരു കാര്യം ചെയ്യാം, പൈസ നേരെ കൊണ്ടുവന്ന് അമ്മയുടെ തന്നെ കൊടുക്കാം. അമ്മയുടെ സേവിങ്സ് കിട്ടും. അത് അടിപൊളി തീരുമാനം, അത് കൊള്ളാം. സേഫ്. പക്ഷെ ഇക്കാര്യം അച്ഛനറിഞ്ഞാൽ കഥ മാറും. അച്ഛനറിയാതിരുന്നാ പോരെ, പ്രശ്നം തീർത്തില്ലേ? അച്ഛനോട് പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ പ്രശ്നം ഉണ്ടാക്കും. പറഞ്ഞാലാണ് പ്രശ്നം ഉണ്ടാക്കണത്. അതുകൊണ്ട് ഇത് ആരും അറിയാതെ നോക്കിയാ മതി. പറയേ. എന്നെ കൊന്നാലും ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൂടെ. എന്ത് പറയൂലെന്ന്? എന്ത് പറയൂലെന്ന്? എന്തുവാ പറഞ്ഞെന്ന്? ആരും അച്ഛനത് പറയൂലെന്ന് പറഞ്ഞില്ല, അതെന്തോന്നു? അത് പിന്നെ ഇവള് പറയായിരുന്നു, ഇവള് ചോദിക്കായിരുന്നു ലച്ചുവിന്റെ അടുത്ത്, കുഴപ്പത്തെ അച്ഛൻ്റെ അടുത്തൊന്നും പറയാറില്ലേന്ന്. പറയാറില്ലേന്നല്ല, അച്ഛൻ്റെ അടുത്ത് പറയൂല എന്നാണ് ഞാൻ കേട്ടത്. അല്ല അച്ഛാ, ഇവള് അത് തന്നെയാ പറഞ്ഞത്. ചില സമയത്ത് ഇവള് പറയുന്ന കാര്യങ്ങൾ നമുക്ക് തിരിയാറില്ലല്ലോ. അത് മാത്രല്ല, കൊച്ച് പറഞ്ഞത് എന്താന്ന് വാലിപ്പോ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കില്ലല്ലോ ചില കാര്യങ്ങൾ. എനിക്ക് 100 വയസ്സായി, എനിക്ക് ചെവി മൊത്തം അടിച്ചു പോയി. എനിക്ക് കേട്ടോ, ഒന്നും കേട്ടൂടാ. പക്ഷേ എന്താന്ന് പറഞ്ഞത്? അതെ, ഞങ്ങൾ പോയിട്ട് വരാം. പടി. പെട്ടെന്ന് പോയിട്ട്. ഞാനും വരുന്നു. അമ്മ, ഞാൻ അപ്പുറത്ത് കാണും കേട്ടാ. ഇവിടെ എന്താണ്? ഇവിടെ അടുക്കള കുക്ക് ചെയ്യാൻ പോണു. കറി എന്താണ് ഉണ്ടാക്കണ്ടേ? പച്ചക്കറി വേണോ മീൻകറി വേണോ? നീ ഇവിടെ പറഞ്ഞെന്താണെന്ന് പറയടേ. അത് ഇവിടെ എന്ത് കറി വെക്കണമെന്ന് പറഞ്ഞതാ. അപ്പൊ അവള് കുഴിപ്പള്ളത്ത് മീൻ മേടിക്കണ കാര്യം പറഞ്ഞതാ. കുഴിപ്പള്ളത്ത് കെട്ടിയെടുക്കുന്നത് പോട്ട് നീ ഇവിടുത്തെ കാര്യം പറ. നീ എന്താണ് പറഞ്ഞു? നിങ്ങൾ പറയണമെന്നാണ്. അതല്ലേ പറഞ്ഞത് മലയാളത്തില്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അപ്പൊ 6 ബാത്റൂമിലുണ്ട്. നിന്റെ ഇവിടെ വന്നതിന് ശേഷം അവളെ കണ്ടില്ല. അവളെന്റെ കൂടെ ഒക്കെ ഉണ്ട്. ഞാൻ പൊക്കോട്ടെ? നിന്നെ ഞാൻ വിളിച്ചില്ലല്ലേ? അല്ല, ഞാൻ പറഞ്ഞത്. നിന്നെ ആരും വിളിച്ചു? വരാൻ പാടില്ലായിരുന്നോ? കുഴപ്പമുണ്ടെന്നെങ്കിലും വിളിച്ചേ? മക്കളെ നീ എന്തോടെ? നീ രാവിലെ എഴുതിക്കും, ട്യൂഷന് പോവും, പിന്നെ സ്കൂളിൽ പോവും. വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ സേവകേന്ദ്രത്തിൽ എവിടെയും പോകും. ഇങ്ങനെ കറങ്ങി നടന്നാൽ മതിയാ? അച്ഛൻ ചികിത്സ കഴിഞ്ഞ് വന്നിരിക്കുന്നു. അച്ഛൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടേ? ഞാൻ 10ാം ക്ലാസ് അല്ലേ അച്ഛാ. അത് മാത്രമല്ല, എൻ്റെ ട്യൂഷൻ, പിള്ളേരുടെ ട്യൂഷൻ, പിന്നെ പഠിത്തം, സേവാകേന്ദ്രത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം കൂടെ കുഴഞ്ഞു പറഞ്ഞ് കിടക്കണം. എന്തേ എക്സ്പ്രസ്സാ? എന്താ കള്ളക്കളിയിലുണ്ടല്ലേ, അതുകൊണ്ട്
എന്ത് കള്ളക്കളി അച്ഛാ? ഏ എന്ത് കള്ളക്കളി? എടാ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടേ, ഇതെല്ലാം നിന്റെ അമ്മയുടെ നേതൃത്വത്തിലുള്ള കള്ളക്കളികളാണ്. എന്താ പറഞ്ഞ? എനിക്ക് അറിയണമെന്നാണ് വിചാരം. എല്ലാം അമ്മയുടെ നേതൃത്വത്തിലുള്ള കള്ളക്കളികളാണെന്നാ? ആ എന്ത് കള്ളക്കളി? എനിക്കെന്താ അറിഞ്ഞൂടാ, എനിക്കൊന്നും അറിയാൻ വേണ്ട, ഒന്നും കേൾക്കാൻ വേണ്ട. ഞാൻ ഇവിടെ ഒരാഴ്ച ഇല്ലായിരുന്നല്ലേ, അപ്പൊ ഇവിടെ എന്തൊക്കെ നടന്ന ആകറിയാം. ആ പടവലത്തെ സ്വത്തൊക്കെ ഭാഗം വെച്ച് കഴിഞ്ഞല്ലോ, അത് പറയാനും മറന്നുപോയി. ആ ഭാവം വെച്ച് കാണും, എഴുതി കാണും, ഇവിടെ ആരും അറിയണത്. അച്ഛാ കാര്യം എന്താന്ന് വെച്ചാ വേണ്ട, കാര്യം നീ പറയാൻ നിൽക്കണ്ട. ആഹാ അതുകൊള്ളില്ലല്ലോ ആ സ്വഭാവം. എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് സംസാരിച്ചാൽ മതി, എല്ലാം മിണുമിണാന്ന് അങ്ങനെ അറിയണം. അത് ഒരു വൃത്തിയിട്ട സ്വഭാവമല്ലേ? തള്ളയെ വിളിച്ചോണ്ട് വന്നൊക്കെയാണ്. പാർവേ, ഞാൻ ചോദിച്ചോണ്ട് പോവാം കേട്ടാ, ഐസ്ക്രീം വാങ്ങിച്ചു തരാം നിനക്ക്. ചേച്ചു ഇവിടെ ഇങ്ങനെ വായം പൊളിച്ച് നിന്നാ മതിയാ? അടുക്കള കാര്യങ്ങളൊക്കെ കിടക്കണ്ടേ? വന്നേക്കോട്. പിന്നെ അടക്കല വലിയ സദ്യ ഉണ്ടാക്കല്ലേ? സദ്യ ഇല്ലെങ്കിലും അച്ഛന് വേണ്ട കാര്യങ്ങളൊക്കെ എത്തിക്കണില്ലേ അച്ഛാ? ആ ഒരു പേരിന് വേണ്ടി എത്തിക്കുന്നു. അച്ഛൻ നമ്മൾ എന്ത് ചെയ്തെന്നാലും ഒരു തൃപ്തി ഇല്ല അല്ലേ? അതൊരിക്കലും ഉണ്ടാവില്ല. എടാ നീ പാടാ അമ്മയുടെ മോനെ. എടാ എവള് കഴിഞ്ഞോണ്ടല്ല ഏറ്റവും അടുത്ത വിഷം നീയാണ്. ആ അവൻ ലച്ചു ചേച്ചിയോ? അയ്യോ അത് കാളകൂടെ വിഷം. അച്ഛാ അച്ഛനിപ്പോ ഈ പ്രശ്നം എന്താ അറിയാ, അല്ല കാര്യം എന്താന്ന് അറിയാത്തല്ലേ വിഷമം? ഞാൻ പറയാം, അമ്മ പറയട്ടാ. ഡേ അങ്ങനെ നിന്റെ കാര്യം നിന്റെ അമ്മയുടെ ഔദാര്യത്തിന് എനിക്ക് അറിയണ്ട. ആ അത് തന്നെ, പ്രശ്നം അറിയണ്ട. അപ്പൊ പിന്നെ ഇവിടെ ചുമ്മാ കിടന്ന് പോരൊന്നും കാണിക്കാൻ നിൽക്കരുത്, മിണ്ടായിരുന്നോണം. പോരാ ആ ദേ ചികിത്സ കഴിഞ്ഞ് റെസ്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കൂല. അതൊന്നും എനിക്ക് വിഷയമല്ല, അടിച്ച് കണ്ടെന്നിരിച്ചാ ഞാൻ. അത് ശരി, അച്ഛനൊന്നും വിഷയമൊന്നുമല്ല, പക്ഷെ ചെറിയൊരു വിഷയം കിട്ടിയത് അത് വലിയൊരു വിഷയമാക്കി മാറ്റിക്കോളൂ, അത്രേ ഉള്ളൂ അച്ഛാ. എടാ നിർത്തിക്കോണം നിന്റെ വർത്താനം. ഞാൻ ഇവിടെ എന്ത് തെറ്റാണോ ചെയ്തത്? നീക്ക് എന്തോ ഒരു വിഷയം എന്നെ ഒളിപ്പിച്ച്, അത് ഞാൻ ചോദിച്ചെന്താണെന്ന് ചോദിച്ച് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് നീ ഒന്നും പറഞ്ഞില്ല, അത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ലല്ലേ. ഞാൻ ഇവിടെ ഒന്ന് ശരിയാവില്ല, ഞാൻ പോണം. അച്ഛാ ഡേടാ നീ കൂടെ പറഞ്ഞ സ്നേഹം കൊണ്ട് കുറച്ച് തല കുഞ്ഞ് നമ്മൾ അമ്മയും മക്കളും കൂടെ തലയിൽ കയറി ഇറങ്ങിയല്ലേ? എടാ അറ അങ്ങോട്ട് അത് തന്നെ, എവിടെയെങ്കിലും പോയിട്ടോ. കുട്ടപ്പട വയ്യായിരിക്കാണ്. ആ വയ്യാണ്ടിരുന്നാലും എന്താ, നാക്കിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ. നാഗിരി ആ നാഗിരി പറയടി നാഗിരി. ഒന്നുമില്ല ഒന്നുമില്ല. വയ്യാരി നോക്കൂല, ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ. റെസ്റ്റ് എടുത്ത് അല്ല അപ്പൊ റെസ്റ്റ് എടുക്കണമല്ലോ. ആ കട്ടിയിൽ പോയി കിടന്ന് ഉറങ്ങ്, സമയാസമയത്തിന് ഫുഡ് കൊണ്ടുതരാം. പാടയായിരുന്നു. അതാണ്.